പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഫിലിപ്പി 4:4 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന്. കർത്താവ് ആഗ്രഹിക്കുന്നത് നാം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത് എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പരാജയങ്ങളും രോഗങ്ങളും സഹനങ്ങളും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണവും എല്ലാം നമുക്ക് സന്തോഷിക്കാനുള്ള മാനസിക അവസ്ഥ നമുക്ക് നൽകുന്നില്ല. എന്നാൽ സഹനങ്ങളിലും പരാജയങ്ങളിലും നമുക്ക് ശക്തി പകരുന്നത്, സഹിക്കുവാനുള്ള കഴിവ് നൽകുന്നത് ദൈവമാണ്. ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ദൈവം നമ്മുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റും. അതാണ് റോമ 8:28 തിരുവചനം പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. യേശു പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും അസ്വസ്ഥതകളും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവയെല്ലാം ദൈവം ഏറ്റെടുത്ത് നമുക്ക് സന്തോഷവും സമാധാനവും നൽകും. അതോടെ നമ്മുടെ ജീവിത ഭാരം നമുക്ക് ലഘുവായി അനുഭവപ്പെടുകയും ചെയ്യും. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശു നമ്മുടെ സമാധാനമാണ്. യേശു തരുന്ന സമാധാനം ഈ ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. നമ്മോട് കരുണയും കരുതലുമുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.